ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താരമാണ് മേഘന വിൽസന്റ്. മേഘന വിൽസന്റിനെ അറിയാൻ വയ്യാത്തവരാരും തന്നെയില്ല. താരം അഭിനയിച്ചിരുന്ന കഥാപാത്രത്തിൻ്റെ പേരിലാണ് താരത്തിന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന അമൃത എന്ന്. അമൃത എന്ന പേര് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരു പാവം കുട്ടിയാണ് ഓർമ്മ വരുന്നത്. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിച്ച അമൃതയ്ക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കുകയും നല്ലൊരു കുടുംബിനിയായിട്ടാണ് ആ പരമ്പരയിൽ അവതരിപ്പിച്ചത്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് അമൃതയെ മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മേഘന വിൽസന്റിൻ്റെയും. മേഘന വിൽസന്റ് വിവാഹമോചനം വലിയ വാർത്തയായിരുന്നു. നടി ഡിംപിൾ റോസിന്റെ സഹോദരൻ ഡോൺ ആയിരുന്നു മേഘനയെ വിവാഹം ചെയ്തിരുന്നത്. കുറച്ചു കാലം മാത്രമേ ആ ബന്ധം നിലനിന്നുള്ളൂ. ഡോണി ഇന്ന് മറ്റൊരാളെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുകയാണ്. വിവാഹമോചനത്തിന് കാരണമായ പല അഭ്യൂഹങ്ങളും വന്നിരുന്നെങ്കിൽ വിവാഹമോചനത്തിന് ശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മേഘനയുടെ അമ്മയും. 1-2 ടോക്സിലൂടെയുള്ള അഭിമുഖത്തിലൂടെയാണ് ഇരുവരും സംസാരിച്ചിരുന്നത്. മകളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് ഒരു തീരുമാനം എടുക്കുന്നത് എപ്പോഴെങ്കിലും എൻ്റെ മോൾക്ക് തെറ്റായി വരുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വിവാഹമോചിതയാകുന്ന മകളാണ് മരിക്കുന്ന മകളേക്കാൾ നല്ലതെന്ന്. മകളുടെ കാര്യത്തിൽ താൻ എപ്പോഴും ഇമോഷൻ ആകുമെന്നും മേഘനയുടെ അമ്മ പറയുന്നു. അവൾ ഇന്ന് ബിസിനസ്സിലൂടെ നന്നായി മുന്നോട്ട് പോകുന്നു. എന്നേക്കാൾ നല്ല ഇൻ്റലിജൻ്റ് ആണ് അവൾ. അവളെ കണ്ട കുറേയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ തൃപ്തയാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവൾക്കൊരു കുടുംബജീവിതമാണ്. മകൾക്ക് വീണ്ടും ഒരു വിവാഹം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഞാൻ അവൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. വിവാഹമാണ് ജീവിതമെന്ന് ഞാൻ പറയില്ല. ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. നമ്മളായിട്ടൊരു കാര്യം നടത്തിയിട്ട് ഇങ്ങനെയായിപ്പോയി. ഇനി അവൾ തീരുമാനമെടുക്കട്ടെ, മേഘനയുടെ അമ്മ പറയുന്നു. ഇതിനെക്കുറിച്ച് മേഘനെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്ലാനിങ് ഇല്ല. കുടുംബവുമായി സെറ്റിൽ ചെയ്യണമെന്ന് എല്ലാ മനുഷ്യരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു പ്ലാനുമില്ല. ചിലപ്പോൾ നാളെ എന്താകുമെന്ന്, അടുത്ത മാസം ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ അതുണ്ടായെന്നും വരില്ല എന്ന് മേഘന പറയുന്നു. എല്ലാവരെ പോലുള്ള ഇമോഷനുകൾ നമുക്കുമുണ്ട്. ഞാനും ഒക്കെ അടിപൊളിയായി കരയും. ചില സമയത്ത് വീട്ടിലെ പട്ടിയെ മോങ്ങുന്നത് പോലെയാകും മോങ്ങുന്നത്. ഇതെല്ലാവരെയും കാണിച്ചു കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞാൻ കരയുന്ന പുറത്താരും കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. തകർന്നു പോകുമ്പോൾ മറ്റു വഴികളില്ലാതെ സ്വയം എഴുന്നേറ്റ് നിൽക്കുമെന്ന് മേഘന പറയുന്നു. തുണയുണ്ടെങ്കിലല്ലേ നമുക്ക് ചാരാൻ പറ്റൂ. ഇല്ലെങ്കിൽ കാൽ വേദനിച്ചാലും ഓടും. നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നിന്നല്ലേ പറ്റുള്ളൂ എന്ന് മേഘന പറയുന്നു. ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യത്തിന് മേഘനയുടെ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഓരോരുത്തർ അവരുടെ ഇഷ്ടമാണ്. വിവാഹ ജീവിതത്തിൽ ഹാപ്പി അല്ലെങ്കിൽ താലി കെട്ടിയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റും ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. ഓരോ നിമിഷവും ചത്ത് ജീവിക്കുന്നതിനേക്കാൾ ഒരു താലി ഉള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ എൻ്റേതെന്ന് ചിന്തിക്കാതെ നമ്മൾ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തിയാകണം ഏറ്റവും വലിയ കാര്യമെന്ന്. കാശും പണവും അല്ല നല്ലത്, നല്ല മനുഷ്യനായിരിക്കണം. അല്ലാതെ എത്ര പവൻ്റെ താലി, രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടോ എന്നിവയിലൊന്നുമല്ല അത്ര വലിയ കാര്യമല്ല എന്ന് മേഘനയുടെ അമ്മ പറയുന്ന. ഒരു കുടുംബം മൊത്തം അന്ന് എന്നെ ഒരുപാട് മോശമായി സംസാരിച്ചു. അന്ന് ഞാനൊന്നും മിണ്ടിയില്ല, നിശബ്ദമായിരുന്നു. കാലം എന്നെങ്കിലും എല്ലാം തെളിയിക്കുമെന്ന് വിചാരിച്ച്. നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ടെന്ന് മേഘനയുടെ അമ്മ കൂട്ടിച്ചേർക്കുന്നു. മേഘന അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര കെയറിങ് ആണെന്ന് മേഘനയുടെ അമ്മ പറയുന്നു. മോള് കഴിക്കണ്ടെന്ന് പറയുന്ന സാധനങ്ങൾ മോളെ കാണാതെ കട്ട് കഴിക്കുമെന്നും പറയുന്നു. അപ്പോൾ മേഘനയും പറയുന്നുണ്ടായിരുന്നു, ഒരു കാലത്ത് നമ്മളെ അമ്മ വളർത്തി. ഒരു പ്രായം കഴിഞ്ഞ് തീരുമ്പോൾ ആ മക്കളാണ് അമ്മയെ വളർത്തുന്നത്. ആ സിസ്റ്റം അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ അമ്മയെ വളർത്തുന്നു എന്ന് മേഘനയുടെ അമ്മ പറയുകയാണ്. കുറേ ആൾക്കാർക്കൊന്നും ഈ രീതിയൊന്നും ഇഷ്ടമാകില്ല. മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ മക്കൾ ഭരിക്കുകയാണെന്നുള്ള തോന്നലുണ്ടാകും എന്ന്. അപ്പോൾ മേഘനയും പറയുന്നുണ്ട്, ഇത് ഭരിക്കലല്ല, ഇത് അമ്മമാരെ കെയറിങ് കൊടുക്കുന്നതാണ്, ഇത് കെയറിങ് ആണെന്ന്. ചെറിയ പ്രായത്തിൽ അമ്മ നമ്മളെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. ഇന്ന് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ക്രോസ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ആ ചിന്ത വന്നത്, ഒരു കാലത്ത് അമ്മ നമ്മളെ ഇങ്ങനെയാണല്ലോ റോഡ് ക്രോസ് ചെയ്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരുന്നു. ഇന്നത്തെ കാലത്ത് പേരൻസിനെ നോക്കാത്ത എത്രയോ മക്കളുണ്ട്. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ മകളെ റെസ്പെക്റ്റ് ചെയ്യും മേഘനയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു.